സർക്കാർ പദ്ധതികളുടെ സമയബന്ധിതമായ പൂർത്തീകരണത്തിന് ബന്ധപ്പെട്ട വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനം ഉറപ്പുവരുത്തുമെന്ന് മന്ത്രി കെ.എ. തുളസി. ഇക്കാര്യത്തിൽ പ്രായോഗിക തടസ്സങ്ങളുണ്ടെങ്കിൽ അതത് വകുപ്പുകൾ അറിയിക്കണമെന്നും കിഫ്ബി പദ്ധതികൾ സംബന്ധിച്ച് സർക്കാർ തീരുമാനം പിന്നീട് അറിയിക്കുമെന്നും പറഞ്ഞു. പാലക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ ചേർന്ന കോങ്ങാട് മണ്ഡലം അവലോകന യോഗത്തിൽ വിവിധ പദ്ധതികളുടെ പുരോഗതി വിലയിരുത്തുകയായിരുന്നു മന്ത്രി. കോങ്ങാട് ഫയർ ആൻഡ് റെസ്ക്യൂ കെട്ടിട നിർമ്മാണം 80% പൂർത്തിയായിട്ടുണ്ടെന്നും കെ.എ. തുളസി പറഞ്ഞു. 2.5 കോടി രൂപയാണ് നിർമ്മാണ ചെലവ്. ഗവൺമെന്റ് പത്തിരിപ്പാല സ്കൂൾ കെട്ടിടം 2 മാസത്തിൽ പൂർത്തിയാകും. മുട്ടിക്കുളങ്ങര കമ്പ കിണാവല്ലൂർ റോഡ് നവീകരണത്തിന്റെ ഭാഗമായി കൾവർട്ട് നിർമ്മിച്ചു കഴിഞ്ഞു. BM പ്രവൃത്തി 90% പൂർത്തിയാക്കി. വിവിധ സബ് ഡിവിഷനുകളുടെ നേതൃത്വത്തിൽ റോഡുകളിൽ അറ്റകുറ്റപ്പണി പുരോഗമിക്കുന്നതായും യോഗം വിലയിരുത്തി. മുച്ചൂരി പാലം നവീകരണം പൂർത്തിയായി. ഒലിപ്പാറ നൊമ്പരത്തിത്തോട് പാലം, കല്ലാർപ്പുഴയ്ക്ക് കുറുകെയുള്ള 3-ാം തോടുപാലം തുടങ്ങിയവയുടെ തൽസ്ഥിതിയും വിലയിരുത്തി. മുണ്ടൂർ തൂത റോഡിൽ അപകടങ്ങൾ വർദ്ധിക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രത്യേക യോഗം ചേരുമെന്ന് യോഗത്തിൽ മന്ത്രി അറിയിച്ചു. പ്രത്യേക വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ഇടക്കുറിശി റേഷൻ കട കനാൽ റോഡ്, ചെറുള്ളി ചൂരക്കാട് റോഡ്, കൊടിയത്ത് റോഡ് എന്നിവ പൂർത്തിയായിട്ടുണ്ട്. ആസ്തി വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിക്കുന്ന പറളി മൃഗാശുപത്രി കെട്ടിടം, കാളിക്കാവ് പാടശേഖരം റോഡ്, പറളി AEO ഓഫീസ് കെട്ടിടം, തച്ചമ്പാറയിൽ മത്സ്യഭവൻ കെട്ടിടം, പാറശ്ശേരി കൃഷിഭവൻ സബ് സെന്റർ എന്നിവയുടെ നിർമ്മാണ പ്രവൃത്തികൾ ഉടൻ പൂർത്തിയാക്കണമെന്ന് മന്ത്രി നിർദ്ദേശിച്ചു. പറളി ഗ്രാമപഞ്ചായത്തിലെ വട്ടപ്പള്ളം അപ്രോച്ച് റോഡിന് 1 കോടി രൂപ കൂടി ബജറ്റിൽ വകയിരുത്തിയ സാഹചര്യത്തിൽ എസ്റ്റിമേറ്റ് പുതുക്കാനും മണ്ഡലത്തിലെ അംബേദ്കർ സെറ്റിൽമെന്റ് പദ്ധതി, വില്ലേജ് ഓഫീസുകളുടെ പുരോഗതി, ജൽജീവൻ മിഷൻ പ്രവർത്തനങ്ങളും വേഗത്തിലാക്കാനും മന്ത്രി നിർദ്ദേശം നൽകി. നമുക്കതൊക്കെ യഥാസമയത്ത് എത്തിക്കാനും ആളുകൾക്കായി സൗകര്യങ്ങൾ ഒരുക്കാനും നമുക്ക് കഴിയുകയുള്ളൂ. കോങ്ങാട് നിയോജക മണ്ഡലത്തിന്റെ ജനപ്രതിനിധി എന്നുള്ള നിലയിൽ നിങ്ങൾ ചെയ്യുന്ന ഇതുവരെ ചെയ്ത എല്ലാ നല്ല വർക്കുകളെയും, നിങ്ങളുടെ ആത്മാർത്ഥമായിട്ടുള്ള കഠിനാധ്വാനത്തെയും നിങ്ങളുടെ പ്രവൃത്തിയെയും ഒക്കെ ഏറ്റവും നല്ല വാക്കുകൾ കൊണ്ട് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയും അതുപോലെ തന്നെ സഹകരണവും നമ്മുടെ മണ്ഡലത്തിലെ മുഴുവൻ പ്രവർത്തനങ്ങളിലും ഉണ്ടാകണം, ആത്മാർത്ഥമായിട്ടുണ്ടാകണം. VK ശ്രീകണ്ഠൻ MP, പാലക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു കൃഷ്ണദാസ്, വൈസ് പ്രസിഡന്റ് PK അഖിൽ, ADM അബ്ദുൽ ലത്തീഫ്, അസിസ്റ്റന്റ് ഡെവലപ്മെന്റ് കമ്മീഷണർ MP രാമദാസ്, ജില്ലാ പ്ലാനിംഗ് ഓഫീസർ ഏലിയാമ്മ നൈനാൻ, പാലക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി ഇൻചാർജ് PK ഫൈസൽ, പൊതുമരാമത്ത് കെട്ടിടം വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ MP കൃഷ്ണപ്രസാദ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, സെക്രട്ടറിമാർ, ജില്ലാതല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.